ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. Just don't get married too early. Live your life, live your dreams. Go around, explore the world, get independent. Just do what you want to do. Yeah. എന്നെ പണിയിട്ടെടുക്കാന്ന് ചോദിച്ചാൽ മതി. ഗസ്റ്റ് ട്രാവലിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ ധനുഷ്കോടിയിലാണ്. അപ്പോൾ അതായത് ഇതാണ് ഇവിടുത്തെ വ്യൂ. ആ കാണുന്ന ഇന്ത്യൻ ഓഷനും ഈ കാണുന്ന ബേ ഓഫ് ബംഗാളുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ രാമേശ്വരത്ത് KNP Nest എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. ഇവിടെയാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെ എല്ലാവരും ഉണ്ട്. അമൽ, ജോസഫ്, സാഗർ, സച്ചിൻ. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ ഇറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ അബ്ദുൽ കലാം മെമ്മോറിയൽ ഇതാണ്. അബ്ദുൽ കലാമിനെ അടക്കിയിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. അപ്പോൾ അതേ ഗാർഡനൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊറോണയുടെ പ്രശ്നം കാരണം ഇപ്പോൾ നിലവിൽ ഓപ്പൺ അല്ല. മിക്കവാറും അവർ പറയണനുസരിച്ച് ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയാലും കാര്യമില്ല. അവിടെ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഇതുണ്ട്, അത്യാവശ്യം ബിൽഡിംഗ് ആണെങ്കിലും അത്യാവശ്യം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ വെയിലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല ഒടുക്കത്തെ വെയിലാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ഈ വെയിൽ മാറണ വരെ ഒന്ന് റൂമിൽ പോയിരിക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലും പ്ലാനിലാണ് നിൽക്കുന്നത്. എന്നിട്ട് വൈകുന്നേരത്തേക്ക് ധനുഷ്കോടിക്ക് പോകാനുള്ള പ്ലാനാണ്. എന്തായാലും നമുക്ക് നോക്കാം. എനിക്കറിയില്ല, അതായത് നമ്മുടെ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവന്മാർ ഇന്നലെ ഇത്തിരി ലേറ്റായിട്ട് എത്തി. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും എന്തായാലും കയറാൻ പറ്റില്ല, ഇപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ കരിക്കുണ്ട്, കരിക്ക് പിടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കരിക്ക് എത്രടാ? 40 രൂപ. സെയിമാണ്. കാക്ക തൂറി എന്നാ തോന്നുന്നതെന്ന്. എൻ്റെ മോനെ, ഈ റോഡിലൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും കിട്ടുന്ന ഫീലുണ്ടല്ലോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അമ്മാതിരി ഫീലാണ്. രണ്ട് സൈഡിൽ കടൽ. ഓഫ് പൊളി. അപ്പോൾ അതേ ഈ കാണുന്നതാണ് കൊച്ചി ധനുഷ്കോടി നാഷണൽ ഹൈവേയുടെ എൻഡ്. ഇത് കണ്ടത് അവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതേ ഇതാണ് ഇവിടുത്തെ വ്യൂ. ആ കാണുന്ന ഇന്ത്യൻ ഓഷനും ഈ കാണുന്ന ബേ ഓഫ് ബംഗാളുമാണ്. ഒന്നെങ്കിൽ ഞാനത് ബ്ലൂ പ്രൈഡ് ഇടും. വാവ്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് എറൗണ്ട് 500 കിലോമീറ്റർ സഞ്ചരിച്ചാണ് നമ്മൾ ധനുഷ്കോടിയിൽ എത്തിയിരിക്കുന്നത്. അത് ശരിക്കും ഒരു റൈഡർ എന്ന നിലയിൽ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണത്. അല്ലേ റൈഡർ? അല്ലേ ആശാന? പിന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഓഷ്യനെ ആൺകടലിൽ നിന്നും ബേ ഓഫ് ബംഗാളിലെ പെൺകടൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യൻ കുറച്ച് അഗ്രസീവാണ്. മറ്റേ വേവ്സ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വേവ്സ് ഉണ്ട്. ബേ ഓഫ് ബംഗാൾ ആണെന്നുണ്ടെങ്കിൽ അത്ര അഗ്രസീവ് അല്ല, സൈലൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ആൺകടൽ പെൺകടൽ എന്നുള്ള രീതിയിൽ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീലങ്കയ്ക്ക് ഇവിടെ നിന്ന് ആകെ 18 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കിയിട്ട് വലിയ വിസിബിൾ അല്ല. എന്നാലും പണ്ട് ഇതുപോലെ ഇവിടെ ബൈനോക്കുലേഴ്സ് വെച്ചിട്ട് അങ്ങോട്ടുള്ള കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ഒന്ന് കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിറങ്ങിയതാണ്. ധനുഷ്കോടിയാണ്. അപ്പോൾ ധനുഷ്കോടി എത്തിയപ്പോഴത്തേക്കും ഒരു ചേച്ചിനെ കണ്ടു. അത് ശരിക്കും ഒരു ബാക്കിയുള്ള ഗേൾസിനൊക്കെ ഭയങ്കര എൻകറേജ്മെൻ്റ് ആണ് പുള്ളിക്കാരിയുടെ ആ ഒരു സോളോ റൈഡും കാര്യങ്ങളൊക്കെ. പുള്ളിക്കാരി ഏകദേശം ഒരു 7000 കിലോമീറ്റർ കവർ ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. അതായത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ധനുഷ്കോടിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്യണത്. അപ്പോൾ ഇതാണ് ചേച്ചി. Hi guys, I'm Indrani Dahal from West Bengal, and you guys can follow my travel stories on Instagram. It's Indrani_Dahal. You can have a look here. It's written right here. Don't forget to follow me. So far, I've covered about 7,200 kilometers. More to go. Which states have you covered? Okay, after West Bengal, I went to Sikkim. From Sikkim, I went to Bihar, then Jharkhand, Orissa, Andhra Pradesh,
what do you have to say to the younger generation or to the girls? Younger girls, just don't get married too early. Live your life, live your dreams. Go around, explore the world, get independent. Just do what you want to do. Yeah. I'm 27, I'm still single, and I'm really having a good time. I don't need a partner to enjoy. നമ്മുടെ ധനുഷ്കോടി ഏറ്റവും അറ്റത്ത് ടിപ്പിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നതാണ്. കാരണം ആ ടിപ്പിൻ്റെ അവിടെ ഒരു 5-5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചും കൂടെ നീങ്ങിയിട്ട് ഇവിടെ സൺറൈസ് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അറ്റത്ത് വല ഉണ്ടാവും. ആ വലയും ഒരാളും ഉണ്ട്. അത് ശരിക്കും ഇവിടുന്ന് ക്ലിയർ അല്ല. നമ്മൾ കണ്ട ആ ഒരു ബോട്ട് കണ്ടോ. അപ്പോൾ ആ വല വലിച്ചു കയറ്റാനുള്ള ശ്രമമാണ്. നമ്മൾ വലിച്ചു കയറ്റാൻ നോക്കി മസിലെത്തി പഠിച്ച് കയറി. ശരിക്കും ഇവരുടെ ഈ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാലേ ഇവിടെയാണ് ശരിക്കും മനസ്സിലായത്. അതായത് ഇവിടെ മാത്രമല്ല വല. ഈ വല എന്ന് പറയുന്നത് അങ്ങ് നീണ്ട് കിടക്കുന്നത്. അങ്ങ് അറ്റത്തെ ആൾക്കാരൊന്ന് വലിക്കുന്നുണ്ടോ. ശരിക്കും അത്രയും നീണ്ട ഏകദേശം ഒരു 10 ടണ്ണിൻ്റെ അടുത്ത് ഈ വലയുടെ വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ 2 സൈഡിൽ നിന്നും ആൾക്കാർ വലിച്ചിട്ടാണ് ഈ ഒരു വല കരക്ക് എത്തിക്കുന്നത്. അപ്പോൾ ശരിക്കും ഭയങ്കര എഫേർട്ട് വേണ്ട ഒരു പരിപാടിയാണ്. ശരിക്കും ഇങ്ങോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത്. ഇത് കണ്ട ആ ഒരു കാക്കകൾ അങ്ങനെ പറന്ന് നിൽക്കണം കേട്ടോ. അത് ശരിക്കും ആ വലയുടെ മേളിലൂടെയാണ് കാക്കകൾ പറക്കുന്നത്. ശരിക്കും പരിപാടി ഭയങ്കര നല്ല എഫേർട്ടാണ്. കാരണം അതുകൊണ്ട് 2 അറ്റത്ത് 2 ടീംസായിട്ട് നിന്നിട്ടാണ് അവർ വലിച്ച് സാധനം കയറ്റുന്നത്. കാരണം ഞാനും വിചാരിച്ചു, കാരണം ഇത് വലിച്ചിട്ടും എത്തുന്നില്ലല്ലോ. ഇപ്പോഴല്ലേ ശരിക്കും മനസ്സിലായത്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ടൈം എടുക്കും ഈ സാധനം ഒന്ന് വലിച്ചു കയറ്റാനായിട്ട്. അപ്പോൾ ഇവിടെ സൺസെറ്റ് ഏകദേശം സെറ്റായി. അപ്പോഴത്തേക്കും ഇവിടെ മൂൺ വന്നിട്ടുണ്ട് കണ്ടോ. ഇതുണ്ട് ഏകദേശം ഒരു റെയിൻബോ സ്കീമിൽ പോയേക്കണുണ്ട്. ആ ലൈറ്റ് പോയേക്കണുണ്ടോ, ഭയങ്കര ഉഷാറുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ഇത്. ഇപ്പുറത്തെ സൈഡിൽ ഇന്ത്യൻ ഓഷൻ, അവിടെ ബേ ഓഫ് ബംഗാൾ. ശരിക്കും ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കേണ്ടതാണ് ഈ ധനുഷ്കോടി എന്ന് പറഞ്ഞ സ്പോട്ട്. അപ്പോൾ നമ്മളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുഷ്കോടിയാണ്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1964 ഡിസ്ട്രോയ് ആയ പള്ളിയാണ്. അപ്പോൾ 1964 ഇത് ശരിക്കും മനുഷ്യവാസമുള്ള ഒരു ഏരിയ ആയിരുന്നു. 1964 ഇവിടെ ഒരു സൈക്ലോൺ വരികയും അതോടെ ഒരു രാത്രിയായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇത് മൊത്തത്തിൽ ഡിസ്ട്രോയ് ആവുകയും ഇവിടെ ഉണ്ടായിരുന്ന ഒരു 10,000-2000 പേര് മരിക്കുകയാണ് ചെയ്തത്. ഇതുണ്ട്, ഇത് ശരിക്കും ഇപ്പോൾ ഒരു ഗോസ്റ്റ് ടൗൺ എന്നുള്ള രീതിയിലാണ്, ഒരു പേരിലാണ് ശരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ മനുഷ്യവാസം ഇല്ല ഇപ്പോൾ. അപ്പോൾ ഗവൺമെൻറ് മൊത്തത്തിൽ ഇതൊരു ഗോസ്റ്റ് ടൗൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും താമസിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. കണ്ടോ, അത് മൊത്തത്തിൽ അതിൻ്റെ അവശിഷ്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് പറയണത് ഒരു 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആരും നിൽക്കില്ല. എന്തോ മൊത്തത്തിലൊരു നെഗറ്റീവ് വൈബ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് പോസിറ്റീവ് വൈബിൻ്റെ കൂടെ എപ്പോഴും ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ്, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കണക്ക് വെച്ചിട്ട് ഏതാണ്ട് ഒരു 2000 പേര് സംതിങ് മരിച്ചായിരുന്നു. അതായത് സൈക്ലോൺ വരികയും അതിനോടൊപ്പം തന്നെ മൊത്തത്തിൽ വെള്ളം ഇങ്ങോട്ട് കയറി. അപ്പോൾ 2 സൈഡിൽ നിന്ന് വെള്ളം കയറുവാണല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇത് ഡിസ്ട്രോയ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമേശ്വരത്താണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറേ സോളോ ട്രാവലേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ഖുഷ്ബു സിംഗ് ഫ്രം സ്ഥലം
ഡൽഹി നവീൻ ഭായ് ഡൽഹി West Bengal, Kalimpong. അപ്പൊ പിന്നെ അതെ അവനോട് ചോദിച്ചേക്കാം എവിടെ അപ്പൊ പിന്നെ അവരോട് പതുക്കെ ബായ് പറയാണ്. അപ്പൊ നമുക്ക് വ്ളോഗ് കൂടെ പതുക്കെ ക്ലോസ് ചെയ്യാം. അപ്പൊ മച്ചാനൊരു ചാനലുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് നോമാഡിക് റൈഡർ നവീൻ. ഞാൻ ജസ്റ്റ് ലിങ്ക് മെൻഷൻ ചെയ്തേക്കാം. ഇന്ദ്രാണി ദഹാൾ. So you have to say something. No. Not interested. Follow me, it's fine. നമ്മള് രാമേശ്വരത്ത് സൺറൈസ് കാണാൻ വേണ്ടി വന്നതാണ്. അതെ, അവിടുന്ന് കാലത്തുള്ള ദൃശ്യങ്ങളാണ്. ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺറൈസ് നമുക്ക് കാര്യമായിട്ട് കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ മൊത്തം മേഘങ്ങളാണ്.